2026-27 സീസണിലേക്കുള്ള ബാഴ്സയുടെ സ്ക്വാഡ് നമുക്കൊന്ന് നോക്കാം. ബാഴ്സ ഈ ലാലിഗയും തൂക്കും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് 1-2 സൈനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ഗോൾ കീപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ജോൻ ഗാർസിയ, ടെർ സ്റ്റീഗൻ, ഷെസ്നി, ഈഡർ, അലി ഇങ്ങനെയുള്ള പ്ലേയേഴ്സാണ് ഗോൾ കീപ്പേഴ്സിലുള്ളത്. ഇതിൽ ബാഴ്സ എന്തായാലും ആദ്യം പരിഗണിക്കുന്നത് ഗാർസിയെ തന്നെയായിരിക്കും. കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് ഗാർസിയ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇനി ഡിഫൻഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് കപ്പിലെ ബെസ്റ്റ് ഡിഫൻഡർ പൗ കുബാസി, കുണ്ടെ, അറാഹോ, ബാൽഡെ, ക്രിസ്റ്റ്യൻസൺ, എറിക് ഗാർസിയ ഇങ്ങനെയുള്ള ഡിഫൻഡേഴ്സ് അടങ്ങുന്ന ഒരു സ്ക്വാഡ് തന്നെ ബാഴ്സയ്ക്കുണ്ട്. ഇനി ബാഴ്സയുടെ മിഡ്ഫീൽഡ് എടുത്ത് നോക്കാം. ബാഴ്സയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എപ്പോഴും മിഡ്ഫീൽഡാണ്. ഡിജോങ്, പെഡ്രി, ഗാവി, ദെൻ ഓൾമോ, കസാഡോ, ഫെർമിൻ ലോപ്പസ് ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് അടങ്ങുന്ന ഒരു അടിപൊളി മിഡ്ഫീൽഡാണ് ഇപ്പോഴും ബാഴ്സയ്ക്കുള്ളത്. ഇനി ഫോർവേഡ്സ് എടുത്ത് നോക്കുമ്പം ലാമിൻ യമാൽ ആൻഡ് റാഫിന്യ എപ്പോഴും ബാഴ്സയുടെ മുന്നേറ്റത്തെ നിയന്ത്രിച്ചിരുന്ന 2 പ്ലേയേഴ്സ്. അതിലേറ്റവും വലിയ മിസ്സിങ് ലെവൻഡോസ്കിയാണ്. ലെവൻഡോസ്കി ബാഴ്സയുടെ ആ ഒരു പൊസിഷനിൽ എന്തുമാത്രം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി ബാഴ്സയുടെ പുതിയ സൈനിങ്ങുകൾ കാരിം അഡിയാമി, ബൊറൂഷ്യ ഡോട്ട്മുണ്ടിൻ്റെ പ്ലെയറാണ്. ബാഴ്സലോണയിൽ എത്രത്തോളം നന്നായിട്ട് തിളങ്ങുമെന്ന് കണ്ടറിയണം. അതുപോലെ തന്നെ വിങ്ങറായിട്ട് മറ്റൊരു പ്ലെയറിനെ കൂടി ബാഴ്സ സൈൻ ചെയ്തിട്ടുണ്ട്. ആൻ്റോണി ഗോർഡൻ, ന്യൂകാസിലിൻ്റെ പ്ലെയറാണ്, ഇംഗ്ലണ്ടിൻ്റെ പ്ലെയറാണ്. അതും എത്രത്തോളം ബാഴ്സയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു മുന്നേറ്റ നിര ശക്തമാക്കും എന്ന് നമുക്ക് കണ്ടറിയണം. സോ ബാഴ്സയുടെ ഈ വർഷത്തെ സ്ക്വാഡും നല്ല അടിപൊളി സ്ക്വാഡാണ്. ബാക്കിയുള്ള ടീമിനെയൊക്കെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സ്ക്വാഡ് തന്നെയാണ് ബാഴ്സയ്ക്കുള്ളത്. ഇത് ലാലിഗയും ചാമ്പ്യൻസ് ലീഗിലും ഇനി ഈ ഒരു ബാഴ്സ ഈ ഒരു സ്ക്വാഡ് വെച്ചിട്ട് എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് ഈ ഒരു സീസണിൽ കണ്ടറിയാം.